സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ മറ്റൊരു അധ്യയന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി നാം നിരന്തരം കേൾക്കുന്ന ഒരു പദമാണ്, ഒരു പ്രയോഗമാണ് നാസ്. നാസ് എന്നാൽ നമുക്കറിയാം, നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ. 2024 നാസ് പുതിയ പേരിലാണ് അവതരിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് PRSS. എന്തിനാണ് ഈ നാസ് നടത്തുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നാസ് നടത്തുന്നത്? എന്താണ് നാസ് പരീക്ഷയുടെ പരിപ്രേക്ഷ്യം? ഇതാണ് ഈ വീഡിയോയിൽ ഹ്രസ്വമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം. പ്രധാനമായും നമുക്കറിയാം, ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുതൽ മുടക്കും അതേ സമയത്ത് തന്നെ വലിയ മാനവ വിഭവശേഷിയും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എന്തിനാണ് രാജ്യങ്ങൾ ഇങ്ങനെ മാനവ വിഭവശേഷിയും പണവും എല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരം ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസ നിലവാരം ഉയർന്ന് ഒരു രാജ്യം നോളജ് ഇക്കണോമിയായി മാറുമ്പോഴാണ് ആ രാജ്യം ഇക്കണോമിക്കലി പ്രോസ്പെറസ് ആണ് എന്ന് നാം പറയുക. പ്രോസ്പെരിറ്റിയുടെ റിഫ്ലക്ഷനായ GDP നമുക്കറിയാം. GDP അടക്കമുള്ള മുഴുവൻ മേഖലകളിലും നമ്മുടെ പുരോഗതിയുടെ നാഴികക്കല്ലാണ് വിദ്യാഭ്യാസത്തിലെ നിലവാരത്തിൻ്റെ ഉയർച്ച. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും വിദ്യാഭ്യാസത്തിൽ വലിയ ഊന്നൽ നൽകി, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഈ മേഖലയെ നിരന്തരം ശാക്തീകരിക്കാൻ ശ്രമിക്കുന്നത്. നാസിലേക്ക് തിരിച്ചു വരാം. നാസ് എന്താണ് ലക്ഷ്യമിടുന്നത്? ഇന്ത്യയിലെ 3ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും കുട്ടികളിൽ ഒരു രാജ്യം പ്രതീക്ഷിക്കുന്ന നിലവാരം എത്ര കണ്ട് കുട്ടികൾക്ക് ആർജിക്കാനായിട്ടുണ്ട് എന്നുള്ള അന്വേഷണമാണ് നാസ്. ഇതിപ്പോൾ എന്തിനാണ് ഇത് അന്വേഷിക്കുക? 3ാം ക്ലാസ്സിലെ കുട്ടി ഏതെല്ലാം രീതിയിൽ നമ്മുടെ രാജ്യം വിവക്ഷിക്കുന്ന നൈപുണികൾ ആർജിച്ചു എന്ന് എന്തിനാണ് നാസ് അന്വേഷിക്കുന്നത്? തീർച്ചയായും അതിനൊരു കാരണമുണ്ട്. 21ാം നൂറ്റാണ്ടിലെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെയും ബേസിസ് ഡേറ്റയാണ്. ഡേറ്റ ഡ്രിവൺ ആയിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലേ നമുക്ക് അതിന് റിഫ്ലക്റ്റീവായിട്ടുള്ള പ്രൊഡക്റ്റീവ് ഗ്രോത്ത് കാണാൻ പറ്റും. നാസ് നൽകുന്നത് ഒരു ഡേറ്റയാണ്. കേരളത്തിൽ ഒരു പ്രത്യേക ജില്ലയിൽ, ഒരു പ്രത്യേക പഞ്ചായത്തിൽ, ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ടെറൈനിലുള്ള വിദ്യാലയത്തിലെ കുട്ടികൾ ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള ഒരു സാമ്പിൾ എങ്ങനെയാണ് നാസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രഹേളികകളോട് പ്രതികരിക്കുക എന്നാണ് നാസ് അളക്കുന്നത്. ഇത് ഒരു ഡേറ്റ നൽകും. ഈ ഡേറ്റ എന്തിനെക്കുറിച്ചുള്ള ഡേറ്റയാണ്? ഈ ഡേറ്റ നമ്മളോട് പറയുക എന്തെല്ലാം പഠന നേട്ടങ്ങളാണ് ഈ കുട്ടികൾ ആർജിച്ചിട്ടുള്ളത്, എന്തെല്ലാം പഠന വിടവുകളിലാണ് ഈ കുട്ടികൾ പിന്നോക്കം പോയത്. ഈ പഠന വിടവുകൾ നികത്താനും ഈ പഠന നേട്ടങ്ങൾ ആഘോഷിക്കപ്പെടാനും അതിൻ്റെ മേൽ പടുതുയർത്താനുമാണ് നാസ് എന്ന ഡേറ്റ ഡ്രിവൺ സംവിധാനം ശ്രമിക്കുന്നത്. നാസ് പരീക്ഷയ്ക്ക് നാം കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് മുമ്പ് പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് അവർ നൈപുണികൾ ആർജിച്ചു എന്ന് നാം മനസ്സിലാക്കണം, അല്ലെങ്കിൽ നാം ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്തുന്നതിന് ചോദ്യങ്ങൾ വീണ്ടും 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 ആവർത്തിക്കുന്നതിനുപരി ഒരു ചോദ്യത്തെ സമീപിക്കാനുള്ള ശാസ്ത്രീയമായ പ്രോസസ്സ്, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷന് വേണ്ടി നമുക്ക് മുമ്പോട്ട് വയ്ക്കാവുന്ന പ്രോസസ്സ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നാണ് പ്രധാനം. അത് നമുക്കറിയാം, നവംബർ മാസത്തിലാണ് നാസ് പരീക്ഷ നടക്കാൻ പോകുന്നത്. ഈ വരുന്ന നാളുകളിൽ നാം ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ദൗത്യം ഈ കുട്ടികൾക്ക് ആവശ്യമായ നൈപുണികൾ ആർജിക്കുന്നതിനുള്ള പ്രോസസ്സ്, സയൻറ്റിഫിക് പ്രോസസ്സ് പകർന്നു കൊടുക്കുക എന്നതാണ്. I think I am very clear with the ideas. That's all from me today. Thank you.